പള്ളിയിൽ തിരുവോസ്തിയിൽ കർത്താവിന്റെ രൂപം ഉണ്ടായി, വലിയ ബഹളം ഉണ്ടായി. അപ്പോഴത്തേക്ക് ആളുകൾ ഇളകി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോകം മുഴുവനും ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ അവിടേക്ക് ഒഴുകുക. തിരുമേനി റോമി വന്നപ്പം ഈ കുറേ പടങ്ങളും കൊണ്ടാണ്. കർത്താവിന്റെ രൂപം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം കള്ളത്തരമുണ്ട്, കപടതയുണ്ട്, കച്ചവടമുണ്ട് എന്ന് ഞാൻ അന്ന് റോമി വെച്ച് പിതാവിനോട് പറഞ്ഞു. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അച്ഛൻ എന്തോ പറയുന്നേ എന്ന് ഒരുപക്ഷെ തോന്നും. സഭയായിട്ട് നമ്മൾ ഈ സത്യവിശ്വാസം കൊടുക്കുന്നതിൽ വലിയ പരാജയം സംഭവിക്കും. ഈ രൂപത്തിലേക്ക് മനുഷ്യന് നമ്മൾ കണ്ണുകൾ ഉടക്കി അവിടെ അങ്ങ് നിൽക്കും. ഇത് ദൈവമാണ് നമ്മളങ്ങ് സങ്കല്പിച്ച് അവിടെ ആരാധിക്കാൻ, അവിടെ മുട്ടുമടക്കാൻ, അവിടെ നമ്മൾ തലകുമ്പിടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കലായി മാറും. മാതാവിന്റെ വിഗ്രഹങ്ങളിൽ തേൻ വരുന്നു, പാല് വരുന്നു, കണ്ണുനീര് വരുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്? പിതാക്കന്മാര് ഒരു വിഗ്രഹവും വെക്കരുതെന്ന് നിർബന്ധം പിടിച്ചു. അൾത്താരയിൽ വെക്കരുത്, അൾത്താരയ്ക്ക് ചുറ്റും വെക്കരുത്. ഏത് വിഗ്രഹമാണ് എന്നെ രക്ഷപ്പെടുത്ത്? പിശാചിന്റെ കെണി. നീ ഇത്ര ദിവസം ഉടമ്പടി എടുത്താൽ നിനക്ക് അത് സാധിക്കും, ഇത് സാധിക്കും. കർത്താവായ ദൈവം യേശു ക്രിസ്തുവിൽ മനുഷ്യവർഗവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. അതിന് പകരമായിട്ട് വേറൊരു ഉടമ്പടി ആർക്കും ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞു, നമുക്കുണ്ടാക്കാം, നമുക്ക് വിഗ്രഹം ഉണ്ടാക്കാം. കാരണം പറഞ്ഞ നമ്മൾ കണ്ടു, നമ്മൾ എന്തോ കണ്ടെന്നാണ് പറഞ്ഞു. ഈ രൂപത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞ ഡാനിയലച്ചന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ധ്യാന ഗുരുവാണ്. പള്ളികൾ മുഴുവനും അച്ഛന്മാരിളകും, ആളുകൾ ഇളകും, ചോദ്യം ചോദിക്കാൻ തുടങ്ങും.